ആരാത്? ആരാന്നാ ചോദിച്ചേ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? ഇനി വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്ക് താൻ പോയി കിടന്നോ സാർ. അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്ക് എന്ത് പറ്റി? 6 ദിവസമായി സാർ ഞാൻ പുറത്ത് നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തന്നെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നു. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയില്. അവിടെ അടുക്കളയിലോ? പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. അല്ല, ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഈ സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാതേ ഇപ്പം ദാസ് സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ച. ഉയരത്തിനുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. താനിവിടെ കാണുന്നില്ലെന്നേ, അതൊക്കെ ചുമ്മാ കളിപ്പി കാണുന്നേ. ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സാർ. ആ പെണ്ണുകൾ നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാർ ഇന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെയാ? അതെ. വിളിച്ചോളൂ. യെസ് സാർ. ഇറങ്ങി മാറിയുണ്ട്. ചെലവുണ്ട്. ഇരിക്കൂ. വരുന്നേ. നിങ്ങൾക്ക് പോലീസ് സംഘത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. നർത്തകികളോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകിലായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലണേ സാർ. ആരെ? അല്ല, സാറ് പുലിയെ തല്ലണമെന്ന് പറഞ്ഞത്. തല്ലണോ? തല്ലിക്കോ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാൻ സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ, അല്ലേ? അതെ സാർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടല്ലേ? റെഡി? യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. താൻ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ഇതേ റോഡിലിറങ്ങി നിന്നാ മതി. സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയുടെ കിടക്കണോ? വൃത്തികേടാക്കി. സ്റ്റേഷനിൽ ക്യാബ്രേ, സിംഗിൾ ക്യാബ്രേ അല്ല, ഗ്രൂപ്പാ. 8 പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ ഇന്ന് എന്ത് പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യൊന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരെണ്ണ പാന് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കുന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറിയോ ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടു. സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കൊളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ.
ചേടാ ഇവിടെ ലുങ്കി പോലും കാണുന്നില്ലല്ലോ. ഡാഡി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ആ ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നു. വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്ത് വെച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കഥ അടച്ചിരുന്നാൽ എങ്ങനെ? ജീപ്പ് ഇപ്പൊ വരും. വേഗം ആട്ടെ. ആ ഞാൻ പുറത്തു നിൽക്കാം. കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ. അയ്യേ, ഇതെന്ത് പറ്റി? നീശ പോയി. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നാ. എത്ര നാളാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനോടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന്റെ നിർബന്ധമാണോ? അതിന്റെ ചോറല്ലേ സാർ? എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. ആ, പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കും. സാറിന്റെ റൂമ്. ഓ, അത് ശരി. മുറി. യെസ് സാർ. എന്താ? അല്ല, സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. അമ്മാവോ, അമ്മാവാ. അമ്മാവോ, എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. ദേ, അമ്മാവിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്ക, ഒന്ന് മാറിക്ക. ദേ, ഒന്ന് ഞൊന്നേ. എടേ, നീ ഞൊന്നേ. എന്താടാ, സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാനും അമ്മണി 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഒന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? ഇരപ്പി അവിടെ നിന്ന്
വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലേ തിരിഞ്ഞാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ പറഞ്ഞു. പിന്നെ എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കുമല്ലോ. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുണ്ട്. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാകര ദൈവദോഷം പറയാതെ. പിന്നെ ചാകുന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കണേ? മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണി ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ, അതങ്ങ് മനസ്സിരിക്കട്ടെ. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വീഴ്ച? എടാ കൊച്ചനെ നീ വന്നേ. നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന പറഞ്ഞ കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം. അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ ദൈവം. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ കുറെ പണം ചെലവായിട്ടുണ്ട്. അത് വരെ വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച ദേ കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോട്ടെ അമ്മണി, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചു ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി എന്നോട് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് വല്ല കണക്ക് പറഞ്ഞോ? കളയളിയാ. ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ലേ ഈ അനാ പൈസയുടെ കണക്ക് പറയണത്? അയ്യോ, അതിന് മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാണാനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടാനും നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിവിടെ നിൽക്കും. ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഡാ ഇതൊന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല്ലേ കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ, എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ. എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതന്നെയാണെന്ന് ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ. ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്കല്ലേ? ഇവന്റെ ശരീരം ഞാനിവിടെ വടിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ, പേടിക്കാനൊന്നുമില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല്. പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. അമ്മാവൻ ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്ന് ഉറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴട്ടമ്മണി ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി.
അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അയ്യോ ദുഃഖം ശിരസിൽ അടിച്ചായിരിക്കും. കുറച്ച് കാറ്റ് കൊണ്ട് എല്ലാം ശരിയാവും. ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കി ചേച്ചി. ചേച്ചി അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തേ? എന്ത് പറ്റി? അയ്യോ അയ്യോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയടി? പേടിക്കാനൊന്നുമില്ല, ഒരു ബോധക്ഷേമ. അളിയന്റെ നോട്ടം കണ്ട ഞങ്ങളെ ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്തല്ല. മിണ്ടിപ്പോന്ന് കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. ഇവിടെ എന്താ നടന്ന ആളിയാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടല്ലേ? എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ടും ചെല്ലും ഞാൻ. അറിയാവോ? നിങ്ങൾ ആരും പറയില്ലല്ലോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം. അറിയാവോ? ഒരൊറ്റ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മേ Bastard. വൈകിയാണ് അറിഞ്ഞത്. ഞാൻ അല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട, മരണം ഇവിടല്ലേ. വരൂ. താനെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല. എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പച്ചേട്ടൻ ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ടാ ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തോ കൊണ്ടുപോ. എടുത്തോളൂ. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ. കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ?
ഞാൻ ചുമ്മാ വന്നതാ. ചുമ്മാതെ അങ്ങനെ ചുമ്മാതൊന്നും വരണ്ട. ഓ, മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ദൈവത്താണ് ഒരു ഉദ്ദേശവും ഇല്ല. അല്ല, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല. എടോ, തനിക്കൊന്നും പോലീസ് പണി പറ്റില്ലടോ. പോലീസിന്റെ വേഷം ഇട്ടാ പോലീസിന്റെ ജോലി ചെയ്യണം, അല്ലാതെ ഒരു സിനിമ കാണുകയല്ലേ വേണ്ട. തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല. തിരക്കില്ല, സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോണം. ആ, താങ്ങോട്ടെ. അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചാ. അത് തരാ കമ്മീഷണർ ആയി ജോലിയുണ്ടോ? വെറുതെ അകത്തൊന്ന് പറഞ്ഞ വെറുതെ പറയുന്നിപ്പ എന്താ? നീയാണ് അയാളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആരെ? ആ കുട്ടനെ. ഞാനെങ്ങനെ അയാളെ വഴക്കു പറയാ? പാവം ഇവിടുന്ന് പോവാന്ന് നിൽക്കുക. സസ്പെൻഷനിലായ ഒരുപാട് പോലീസുകാരുണ്ട്. എല്ലാരും പാവങ്ങളാ. എല്ലാരും പിടിച്ച് നിർത്തിക്കോ. കുട്ടൻ അവരെ പോലൊന്നുമല്ല, പഞ്ചപാവ. നമ്മുടെ മോളെന്ന് വെച്ച ജീവനാ. കാണും കാണും, ജീവൻ കാണും. പ്രത്യേകിച്ച് സസ്പെൻഷൻ വയ്ക്കുമ്പോ. മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസും ഒക്കെ മേടിച്ചെന്നത് മോൾ ഡാഡിയോട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞില്ല. അയ്യോ, എന്റെ കാശ് കളഞ്ഞല്ലോ. മോളെ, ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. അങ്കിള് നല്ല അങ്കിളാണ്, അങ്കിള് മിഠായി മേടിച്ചു തരും, പിന്നെ അങ്കിളുടെ ജോലി മോളെ ചത്തില്ലേ. താഴെ പോയില്ലേ? മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിലിരിക്കുന്നത് വിളിക്കുന്നത് ഒന്നല്ലേ സാർ? ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ പറഞ്ഞു വിട്ടാലും പോയില്ലേ? ഇതേ അവസാനമായിട്ട് പറയാ, മേലെ തന്നെ ഇവിടെ കണ്ടുവരുത്. ശരി സാർ. അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ? തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ. ടിക്കറ്റ്? എന്ത് ടിക്കറ്റ്? അല്ല, സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തന്നോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. കുട്ടൻ ചെല്ലു. നീ എന്താ കരുതിയിരിക്കുന്നത്? അവനെ കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യിക്കാന്നോ? ഞാനൊന്നും പറഞ്ഞതല്ല, അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. ബന്ധുക്കൾ ആരും റെയിൽവേയിലുണ്ടെന്ന്. ഒന്നുണ്ട്, അവന്റെ അമ്മായിയപ്പൻ റെയിൽവേ മന്ത്രി. പിന്നെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ അവനെ ഇവിടെ കണ്ടുവരുത്. ആ, ഞാൻ രാത്രി വരാൻ വൈകും. മോളെ, ഡാഡി പോന്നു. നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുതെന്ന്? സാരമില്ല. എന്താ മോളെ? മോക്ക് പാവ വേണം. എന്ത് പാവ വേണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോ മുത്തച്ഛനെ കാണിക്കാനാ. കുട്ടിയാനയുടെ പാവ. എന്തിനാ മോളെ കുട്ടിയാനയുടെ പാവ? മമ്മിയില്ലേ? ശരി, ഡാഡി വരുമ്പോ പാവ വാങ്ങിച്ചിട്ട് തൽക്കാലം മോക്ക്